ഇന്ന് ഞാൻ പറയുന്നത് ഞാനൊരു GoPro 9 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത് GoPro തന്നെയാണ്. GoPro 9 4K റെസൊല്യൂഷനിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടു നോക്കാം. ഇതിൻ്റെ അൺബോക്സിങ് അല്ല, ഞാൻ ഓൾറെഡി അത് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇതാണ് GoPro 9 ഞാൻ വാങ്ങിയത്. ഇത് തുറന്ന് നോക്കാം. ഓൾറെഡി ഞാൻ പാക്കറ്റ് പൊട്ടിച്ചതാണ്. ഞാൻ വാങ്ങിയത് GoPro 9 മാത്രമേ ഉള്ളൂ, ഫുൾ ഐറ്റം വാങ്ങിയിട്ടില്ല. ഇപ്പം ഇന്ത്യയിലായതുകൊണ്ട് ഫുൾ ഐറ്റം വാങ്ങാൻ നല്ല ഹെവി എമൗണ്ട് വരും. പുറത്തുനിന്ന് രാജ്യത്ത് നിന്നൊക്കെ ആണെങ്കിൽ ഇത് ഫുൾ ഐറ്റം വാങ്ങുന്നതിന് കുറഞ്ഞ പ്രൈസേ ഉള്ളൂ. അപ്പോൾ പുറത്ത് പോകാത്ത ആളായതുകൊണ്ട് ഇങ്ങനെ തന്നെ പർച്ചേസ് ചെയ്ത് ഇത് തുറന്നു കഴിഞ്ഞാൽ അതിൽ ആകെ വരുന്ന സാധനങ്ങൾ പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. 1 ഇയർ ക്ലൗഡിൽ നമുക്ക് സ്റ്റോറേജ് അൺലിമിറ്റഡ് ഡാറ്റ സ്റ്റോർ ചെയ്യാം. പിന്നെ ക്യാമറ കംപ്ലൈൻ്റ് ആയ പിന്നെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. പിന്നെ 50% ഓഫ് വരെ തരുന്നുണ്ട്. അടുത്ത GoPro വാങ്ങുമ്പോൾ $100 തരാം. ഇതൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം നമ്മൾ ഇന്ത്യയിലല്ല, പുറമെ രാജ്യത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഇവർ അമേരിക്കയിലൊക്കെ ഇതിൻ്റെ യഥാർത്ഥ വില 22,000 രൂപയുള്ളൂ. ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ 45,000 രൂപ ഇതിൻ്റെ വില. ഇത്രയും മാറ്റമുണ്ട്. പിന്നെ ഇതിൻ്റെ മാനുവൽ, പിന്നെ GoProൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ ക്യാമറ എങ്ങനെയാണ്, അതിൽ മെമ്മറി കാർഡ് ഇതൊക്കെ ഉണ്ട്. GoPro സ്റ്റിക്കറുണ്ട്. ക്യാമറയ്ക്ക് വന്ന് GoProൻ്റെ ഇതാണ് 9 ബ്ലാക്ക്. 5K വരെ റെസൊല്യൂഷൻ റെക്കോർഡ് ചെയ്യാം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. 5Kന് നമ്മൾ റെക്കോർഡ് ചെയ്യലില്ല, നമ്മൾ 4K റെക്കോർഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡിലേ വരും, നമ്മളെ ഫോണിലൊന്നും എഡിറ്റിങ്ങിന് കഴിയില്ല. പിന്നെ ഒരു C ടൈപ്പ് ചാർജിങ് കേബിളുണ്ട്. ഇതന്നെ ഡാറ്റ കേബിളായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെൽമെറ്റ് മൗണ്ടിങ്ങിൻ്റെ ഇതുണ്ട്. പിന്നെ 3Mൻ്റെ ഒരു സ്റ്റിക്കർ നമ്മൾ തന്നെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് തോന്നുന്നത്. ഹെൽമെറ്റ് മൗണ്ട് ചെയ്തിട്ട് ഇത്ര വലിയ ക്യാമറ വെച്ച് പോയാൽ ചിലപ്പോൾ പണി കിട്ടും, സ്ഥലത്ത് വീണ് പൊട്ടുക ചെയ്യും. പിന്നെ ഒരു ബാറ്ററി ഉണ്ട്. ഒരു ബാറ്ററി ഇതിൽ കൊടുക്കണം. അത്യാവശ്യം 2 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. പിന്നെ മൗണ്ട് ചെയ്യുന്ന അതിൽ തന്നെ അതിൻ്റെ സ്ക്രൂ ആണ്. ബാറ്ററി വന്നിട്ട് 1720 mAh ആണ് ബാറ്ററി വരുന്നത്. 1720 mAh. നമുക്കത് ഇട്ടിട്ടൊന്ന് ഓണാക്കി നോക്കാം. ഓൾറെഡി ഞാൻ ഓണാക്കി നോക്കിയതാണ്. അതെങ്ങനെ ഇട്ടത്, ഇതിൻ്റെ സൈഡിൽ ഇത് വലിച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുക. പിന്നെ ഇത് ഹെൽമെറ്റ് നമ്മൾ സ്റ്റാൻഡിന്മേൽ മൗണ്ട് ചെയ്യാനുള്ള സാധനമാണ്. മൊത്തം ഇമ്പിൾഡായി കൊടുത്തിട്ടുണ്ട്. ഇത് പവർ ബട്ടൺ, പവർ ഓൺ ചെയ്യാൻ. പിന്നെ ഇത് റെക്കോർഡിംഗ് ബട്ടണാണ്. ഇത് 2 സ്ക്രീന് വരുന്നുണ്ട്. ഫ്രണ്ടിലുണ്ട് സ്ക്രീന്, ഡിസ്പ്ലേ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പറയാൻ കഴിയും. പിന്നെ ഈ ഡോട്ടാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. മൈക്ക് നമ്മൾ എക്സ്ട്രാ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ചാർജിങ് പോർട്ടിൽ തന്നെ. ഇത് നമുക്ക് തുറന്ന് കാണിച്ചു തരാം. തുറന്നു കഴിഞ്ഞാൽ ഇത് ബാറ്ററിയാണ്. ഇത് പിന്നെ ചാർജർ പോർട്ട്. ഇതിൽ തന്നെയാണ് മൈക്ക്. നമ്മൾ ഇനി എക്സ്ട്രാ കണക്ട് ചെയ്യണമെങ്കിൽ ഈ പോർട്ടിൽ നിന്ന് തന്നെയാണ് മൈക്ക് കണക്ട് ചെയ്യുക. പിന്നെ ഇത് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടാണ്. മെമ്മറി കാർഡ് ഇതിൽ പറയുന്നത് 256 GB വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തൽക്കാലം 32 GB ഇട്ടണം. മെമ്മറി കാർഡ് ഇടുന്നത് അതിൻ്റെ പിന്നുള്ള കണക്റ്റിംഗ് പോയിൻ്റ് അത് താഴത്തേക്കായിട്ടും മുകളിലൊക്കെ ആയിട്ട് വരുന്നത്. ഇതൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയതല്ല. ഫ്രീ ആയിട്ട് നമ്മളിതൊക്കെ മെമ്മറി കാർഡൊക്കെ നമ്മൾ സാധനം ബണ്ടിൽ പാക്ക് വാങ്ങുമ്പോൾ അതിൽ 32 GB ബണ്ടിലിന് ഇവിടെ 55,000 രൂപയുടെ വരുന്നുണ്ട്. പുറത്തൊക്കെ അത് വില പറ്റ കുറവാണ്. ഇവിടെ ഇന്ത്യയിൽ പെരും വില എല്ലാ സാധനത്തിനും.
ഇത് ഓൺ ചെയ്ത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്ത വീഡിയോ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് പുറത്ത് പോയിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം.